ഹായ്, നമസ്കാരം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ഡോൺസ് ഇൻ ഡ്രോയിങ് എന്ന അധ്യായമാണ്. നമുക്ക് ഈ ഒരു ക്ലാസ് ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആദ്യ ഭാഗം കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ഭാഗം കാണുക. ഇൻ കേസ് ആരെങ്കിലും നേരിട്ട് ഈ ഒരു വീഡിയോയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് ഇതിന്റെ ആദ്യ ഭാഗം കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലേക്ക് വരിക. ഈ രണ്ട് ക്ലാസ്സും കാണുന്ന സമയത്ത് എല്ലാവരുടെ കയ്യിലും നിർബന്ധമായിട്ടും ഒരു ബുക്കും ഒരു പേനയും ഉണ്ടാകണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഇൻ കേസ് ആരുടെങ്കിലും കയ്യിൽ അതില്ല എങ്കിൽ പെട്ടെന്ന് അതൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന നമ്മുടെ ഡ്രോയിങ്ങിന്റെ പ്രോഗ്രസിനെ തടസ്സം നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. അവ ഏതാണ് എന്ന് നമുക്കൊന്ന് കണ്ടെത്തി ഫിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. സോ ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. 1 സെക്കൻഡ്. ഓരോ പോയിന്റ്സ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. യെസ്, ഫൈൻ. ഓക്കെ, ഞാൻ ഓരോ പോയിന്റ്സും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പോയിന്റ് നമ്പർ 1, ഡോണ്ട് റഷ് യുവർ ഡ്രോയിങ്. ഇല്ലേ, വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ധൃതി പിടിക്കരുത്. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മെനി ബിഗിനേഴ്സ് ട്രൈ ടു ഫിനിഷ് ഫാസ്റ്റ് ബട്ട് ആർട്ട് ടേക്സ് ടൈം. ഇല്ലേ, നമ്മൾ എല്ലാവരും ചിത്രം വരയ്ക്കുന്ന സമയത്ത് ധൃതി പിടിക്കുന്ന കൂട്ടത്തിലാണ്. ഇല്ലേ, അത്യാവശ്യം വരയ്ക്കുന്നവരും വരച്ചു തുടങ്ങുന്നവരും കാത്തിരിക്കാൻ സമയമില്ല. 10-15 മിനിറ്റിനുള്ളിൽ ഔട്ട്ലൈനൊക്കെ ചെയ്യേണ്ടതായിട്ട് തോന്നും. അങ്ങനെ ഇരുന്ന് എന്താ സംഭവിക്കാം? നമ്മളുടെ റിസൾട്ട് നല്ലൊരു റിസൾട്ട് ആയിരിക്കില്ല. അല്ലേ, ഇവിടെ ഞാൻ എടുത്തു പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ബി പേഷ്യന്റ് ആൻഡ് ഫോക്കസ് ഓൺ ഈച്ച് സ്റ്റെപ്പ്. ദ സ്ലോയർ യു ഗോ ദ ബെറ്റർ യുവർ റിസൾട്ട്. പയ്യെ തിന്നാൽ പനയും തിന്നാം. അണ്ടർലൈൻ ചെയ്തോ ഈ ഒരു കോട്ട്, ഈ ഒരു ലൈൻ നിങ്ങൾ നിങ്ങളുടെ ഡ്രോയിങ് ബുക്കിന്റെ ഫ്രണ്ട് ഭാഗത്ത് എഴുതി വെച്ചോ. ദ സ്ലോയർ യു ഗോ ദ ബെറ്റർ യുവർ റിസൾട്ട്. ഒരിക്കലും സ്പീഡ് കൂട്ടി വേഗത്തില് നമുക്ക് ഓടാനോ അല്ലെങ്കിൽ വേഗത്തില് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഫീൽഡ് അല്ല ഡ്രോയിങ്. ഡ്രോയിങ്ങിന് നല്ല റിസൾട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ക്ഷമ ആവശ്യമാണ്. ക്ഷമയാണ് ഇതിന്റെ എല്ലാം ആധാരം. അതുകൊണ്ട് ഒരിക്കലും ധൃതി പിടിക്കരുത്, ഒരിക്കലും തിരക്ക് പിടിക്കരുത്. നമ്മൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ അതിന്റെ ബേസിക് ഷേപ്പുകളാക്കി തിരിക്കുന്നത് തൊട്ട് അതിന്റെ സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നത് വരെ നമ്മൾ സാവധാനം തന്നെയാണ് ചെയ്യുന്നത്. പിന്നീടുള്ള ഔട്ട്ലൈനിന്റെ കറക്ഷനിലും മെഷർമെന്റിന്റെ കറക്ഷനിലും ഷെയ്ഡിങ് പ്രോസസ്സിലും എല്ലാം നമ്മൾ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റൂ. ഇല്ലേ, ഇത് പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളും എല്ലാം മനുഷ്യന്മാർ തന്നെയാണ്, ഒരിക്കലും മജീഷ്യൻസ് അല്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സ്പീഡ് കൂട്ടരുത്. എല്ലാവരും സാവധാനത്തിൽ തന്നെയാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. സോ ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഡോണ്ട് റഷ് യുവർ ഡ്രോയിങ്. ഒരിക്കലും തിരക്ക് പിടിക്കരുത് വരയ്ക്കുന്ന സമയത്ത്. പോയിന്റ് ക്ലിയർ ആവുന്നുണ്ടോ? ചാറ്റിലോട്ട് റെസ്പോണ്ട് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ് ഇത്ര മാത്രം. ഒരിക്കലും ധൃതി പിടിക്കരുത്. അത് സ്റ്റിൽ ലൈഫ് ആർട്ട് ചെയ്യുമ്പോഴായാലും പോർട്രേറ്റ് ചെയ്യുമ്പോഴായാലും ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോഴായാലും വാട്ട് എവർ ഇറ്റ് ഇസ്, നിങ്ങൾ എന്ത് ചിത്രം വരയ്ക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും ധൃതി കൂട്ടരുത്. ടൈം എടുത്ത് തന്നെ വരയ്ക്കുക. ക്ലിയർ? ഡ്രോയിങ് ഈസ് നോട്ട് അബൌട്ട് സ്പീഡ്, ഇറ്റ്സ് അബൌട്ട് പേഷ്യൻസ്. ക്ഷമയാണ് ഡ്രോയിങ്ങിന്റെ ആധാരം എന്ന് മനസ്സിലാക്കുക. പോയിന്റ് നമ്പർ 2, ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. അല്ലേ, നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ വരച്ചു നോക്കി ഇങ്ങനെ ഉണ്ട്, ഞാൻ മോഹൻലാലിനെ അല്ലെങ്കിൽ മമ്മൂട്ടിനൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ്, അവൻ വരച്ചു നോക്കിയേ നല്ല ഫോട്ടോ പോലെ ഇരിക്കുന്നു. അല്ലേ, ഇത് ഒരിക്കലും പറയാനോ ചെയ്യാനോ പാടില്ല. നിങ്ങളായിരിക്കാം, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പോണ്ട. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എവരി ആർട്ടിസ്റ്റ് ഗ്രോസ് ഡിഫറെന്റ്ലി. ഓരോരുത്തരും വളരുന്നത് അല്ലെങ്കിൽ ഓരോരുത്തരും ആർട്ടില് ശോഭിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. അവരുടെ കോണ്ടസ്റ്റ്, അവരുടെ പശ്ചാത്തലം, ഫാമിലി, ഇതൊക്കെ അതിനെ ബാധിക്കും. അതുകൊണ്ട്
ഞാൻ വരുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ വന്നിട്ടുണ്ടാവുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് ആണ്, പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ സ്റ്റൈലിലാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, ശരിയല്ലേ? അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കേണ്ട. നിങ്ങളുടെ ആർട്ട് വർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നലത്തെ ആർട്ട് വർക്കുമായിട്ട് കമ്പയർ ചെയ്യാം. അതല്ലാതെ മറ്റുള്ളവരുമായിട്ട് ആർട്ട് വർക്ക് കമ്പയർ ചെയ്യാൻ പോകരുത്. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? പോയിന്റ് ക്ലിയർ ആണോ? ഡോൺ കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യരുത്. നിങ്ങളുടെ ഡ്രോയിങ്ങിനെ കമ്പയർ ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ഡ്രോയിങ്ങിനെ ഇന്നലെ നിങ്ങൾ ചെയ്ത അല്ലെങ്കിൽ കഴിഞ്ഞു പോയ നാളുകളിൽ നിങ്ങൾ ചെയ്ത ആർട്ട് വർക്കിനെ നിങ്ങൾക്ക് ഇന്നത്തെ നിങ്ങളുടെ ആർട്ട് വർക്കുമായിട്ട് കമ്പയർ ചെയ്യാം. അതാണ് ശരിയായ പ്രോഗ്രസ്. അല്ലാതെ മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക. ക്ലിയർ? പോയിന്റ് നമ്പർ 1, ഡോണ്ട് റഷ് യുവർ ഡ്രോയിങ്. പോയിന്റ് നമ്പർ 2, ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് ഞാൻ പോവാണ്. ഡോണ്ട് സ്കിപ്പ് ഗൈഡ് ലൈൻസ്. ക്ലിയർ? ഞാനൊന്ന് പറഞ്ഞുതരാം. ഗൈഡ് ലൈൻസ് ആർ യുവർ മാപ്പ്. ഗൈഡ് ലൈൻസ് ആർ യുവർ മാപ്പ്. ദേ ഹെൽപ്പ് യു കീപ് പ്രൊപ്പോർഷൻസ് കറക്റ്റ് ആൻഡ് യുവർ ഡ്രോയിങ് ബാലൻസ്ഡ്. അണ്ടർലൈൻ ചെയ്യേണ്ട പോയിന്റ് ആണ്, ഇല്ലേ? ഗൈഡ് ലൈൻസ് എന്ന് പറയുന്ന മാപ്പാണ്, ഇല്ലേ? നമ്മുടെ വഴികാട്ടിയാണ്. അതിനെ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ആബ്സല്യൂട്ട് ബിഗിനേഴ്സിനെ സംബന്ധിച്ചും ഇല്ലെങ്കിൽ ഡ്രോയിങ് അത്യാവശ്യം വരയ്ക്കുന്ന ആളുകളെ സംബന്ധിച്ചും ഗൈഡ് ലൈൻസിനെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അത് നമ്മുടെ മാപ്പാണ്, ഗൈഡ് ലൈൻസ് ആണ്, നമ്മുടെ വഴികാട്ടിയാണ്. അതിനെ നമ്മൾ ഡ്രോയിങ്ങിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ദേ ഹെൽപ്പ് യു കീപ് പ്രൊപ്പോർഷൻസ് കറക്റ്റ്. നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ്ങിന്റെ അളവുകൾ എല്ലാ കോണിലെയും ഷേപ്പും പ്രൊപ്പോർഷൻസും ഒക്കെ നമ്മുടെ റെഫറൻസുമായിട്ട് അതേപടി മാച്ച് ചെയ്യാനായിട്ട് ഗൈഡ് ലൈൻസ് നമ്മെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഡ്രോയിങ്ങിൽ നല്ലൊരു ബാലൻസ് കൊണ്ടുവരാനും ഗൈഡ് ലൈൻസ് നമ്മെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യേണ്ട കാര്യമില്ല ഗൈഡ് ലൈൻസിനെ. നമ്മൾ പറഞ്ഞ ഈ ഒരു ഭാഗം ക്ലിയർ ആവുന്നുണ്ടോ? ഒരിക്കലും ഗൈഡ് ലൈൻസ് നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഗൈഡ് ലൈൻസ് ഉപയോഗിച്ച് വരയ്ക്കുന്നത് ഒരിക്കലും ഒരു കുറവല്ല, ഒരു തെറ്റല്ല. നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്ത് വരയ്ക്കുന്നത് നമ്മുടെ ഡ്രോയിങ്ങിനെ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കുന്നതായിരിക്കും ബെറ്റർ ആക്കാനായിട്ട്. നമുക്ക് ആദ്യം തന്നെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ കഴിയില്ല. ഒരു പോർട്രേറ്റ് ഒക്കെ ആദ്യം നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്ന സമയത്ത് അതേപടി കിട്ടണമെന്നില്ല. ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതിന്റെ വ്യൂ പോയിന്റ് ഓക്കെ ആവില്ല, പ്രപ്പോർഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും, ഷേപ്പ് ഓക്കെ ആവില്ല, അങ്ങനെ പല ലിമിറ്റേഷൻസ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന, നല്ല ഫേസ് ഒക്കെ അതേപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്, ഇല്ലെങ്കിൽ ഒരു എന്താ പറയാ ആശ്വാസമാണ് ഈ പറയുന്ന ഗൈഡ് ലൈൻസ്. അത് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അത് ഫോളോ ചെയ്യുന്ന ഒരിക്കലും തെറ്റല്ല. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒന്ന് ചാറ്റിലോട്ട് റെസ്പോണ്ട് ചെയ്തേ. പോയിന്റ് നമ്പർ 1, ഒരിക്കലും വരയ്ക്കുന്ന സമയത്ത് ധൃതി പിടിക്കരുത്. പോയിന്റ് നമ്പർ 2, നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാണ്ടിരിക്കുക. പോയിന്റ് നമ്പർ 3, ഗൈഡ് ലൈൻസ് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ക്ലിയർ? ഇത്രയും ക്ലിയർ ആണേ? ഇനി നാലാമത്തെ പോയിന്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഡോണ്ട് യൂസ് ദ ഇറേസർ ടു മച്ച്. ഇല്ലേ? മിസ്റ്റേക്സ് ആർ നോർമൽ. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മിസ്റ്റേക്സ് ആർ നോർമൽ. ഇഫ് യു ഇറേസ് അഗെയിൻ ആൻഡ് അഗെയിൻ you will lose confidence and even damage the paper. Draw lightly first and correct later. ഇതാണ് ശരിയായ വഴി. ലൈറ്റായിട്ട് വരയ്ക്കാം. ലൈറ്റായിട്ട് വരയ്ക്കുന്ന സമയത്ത് മിസ്റ്റേക്സ് വന്നാലും അത് വീണ്ടും മായ്ച്ച് വരയ്ക്കേണ്ട ഒരു കാര്യമില്ല. അതിൻ്റെ മേലെ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്ത് പെൻസിൽ വെച്ച് തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നീട് ചെറുതായിട്ട് വേണം നമുക്ക് ഇറേസ് ചെയ്യാം. അതല്ലാതെ ഒരു ലൈൻ വരച്ചു, കട്ടിയിൽ വരച്ചും തെറ്റി, ഇറേസർ എടുത്തു മായിച്ചു, വീണ്ടും തെറ്റി, വീണ്ടും മായിച്ചു,
ഇങ്ങനെ നമ്മൾ മായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ നേരം കാണും. പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞത് ഇത്ര മാത്രം. ലൈറ്റായിട്ട് ഔട്ട്ലൈൻ ചെയ്യാം. ഏതാനും മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ അതവിടെ നിൽക്കട്ടെ. അതിനെ നമുക്ക് പെൻസിൽ വെച്ച് തന്നെ ഷേപ്പ് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് അവസാനം ഒന്ന് വ്യൂ പോയിന്റ് ഒക്കെ ഒന്ന് നോക്കി, ഇതിങ്ങനെയാണ്, ഈ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, നമുക്കൊന്ന് ഇറേസ് ചെയ്ത് ബാക്കി ഭാഗങ്ങളൊക്കെ ബാലൻസ് ചെയ്തെടുക്കാം. അതല്ലാതെ തൊടുന്നത് മുഴുവനും ഇറേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നേരം കാണും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇറേസ് ചെയ്യാൻ പാടില്ല. അത് പേപ്പറിന്റെ ക്വാളിറ്റിയെ ബാധിക്കും. ഡ്രോയിങ്ങിന്റെ ലുക്ക് നഷ്ടപ്പെടും, നീറ്റ്നെസ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇറേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമൽ ഇറേസർ ഉപയോഗിക്കേണ്ട, നീഡബിൾ ഇറേസർ ഉപയോഗിക്കാം. അത് വെച്ച് മായ്ച്ചു കഴിഞ്ഞാൽ പേപ്പർ പൊടിഞ്ഞു പോകില്ല, പേപ്പർ കീറിപ്പോകില്ല. അതുകൂടെ ഒന്ന് ഞാൻ ഈ ഒരു കൂട്ടത്തിൽ പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ 4ാമത്തെ പോയിന്റ്, അനാവശ്യമായിട്ട് ഇറേസർ ഉപയോഗിക്കുന്ന ആ ഒരു ടെൻഡൻസി അതൊന്ന് ഒഴിവാക്കുക. ക്ലിയർ? അതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. 5ാമത്തെ പോയിന്റ് ആണ് ഡോണ്ട് ഡ്രോ വിത്തൗട്ട് ടേക്കിംഗ് ബ്രേക്സ്. പലർക്കും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്സ് ആണ് ബ്രേക്ക് കൊടുക്കാതെ വരച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഒരുപാട് സ്റ്റുഡൻസ് ചിത്രം വരച്ച് അയച്ചു തരാറുണ്ട്. അതായത് രാത്രി വരയ്ക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ വെളുപ്പിന് പിറ്റേ ദിവസം വരെ ഇരുന്ന് വരയ്ക്കുന്ന ആള് എൻ്റെ കമ്മ്യൂണിറ്റിയിലുണ്ട്. അദ്ദേഹം ബ്രേക്ക് കൊടുക്കാറില്ല. പക്ഷെ ഞാൻ അത് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കിത് മനസ്സിലാവാറുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറയും ബ്രേക്ക് കൊടുത്തിട്ട് തന്നെ വരയ്ക്കണം. പക്ഷെ അദ്ദേഹത്തിന് ബ്രേക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആഫ്റ്റർ 20 to 30 minutes ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്. നമ്മൾ അരമണിക്കൂർ വരെ ഒക്കെ ഇരുന്ന് വരച്ചു കഴിഞ്ഞാൽ നമുക്കിത് നമ്മളുടെ മനസ്സിലേക്ക് പല കാര്യങ്ങൾ വരും. നമ്മളുടെ ഓരോ നിമിഷവും മനുഷ്യരല്ലേ നമ്മൾ, പല കാര്യങ്ങൾ മനസ്സിലേക്ക് വരും. മാത്രമല്ല നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൈ ടയേർഡാവും, നമുക്ക് ആകെ ഒരു ക്ഷീണം അനുഭവപ്പെടും. പിന്നെ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ മിസ്റ്റേക്സ് വന്നാലും നമുക്കറിയില്ല. നമ്മൾ നല്ല ചിത്രകാരനാണ്, സമ്മതിച്ചു, നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ അറിയാം, ഔട്ട്ലൈൻ ചെയ്യാൻ അറിയാം, എല്ലാം അറിയാം. എങ്കിൽ പോലും നിർത്താതെ വരയ്ക്കുന്ന സമയത്ത്, ബ്രേക്ക് കൊടുക്കാതെ വരയ്ക്കുന്ന സമയത്ത് അതിലുണ്ടാകുന്ന മൈന്യൂട്ട് മിസ്റ്റേക്സ് നമുക്ക് മനസ്സിലാകാതെ പോകും. നമുക്ക് ക്ഷീണം വരാം, തളർച്ച വരാം. അതൊക്കെ നമ്മുടെ ആർട്ട് വർക്കിനെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ബ്രേക്ക് കൊടുക്കുക. അരമണിക്കൂർ കൂടുമ്പോഴോ ഇല്ലെങ്കിൽ 1 മണിക്കൂർ കൂടുമ്പോഴോ ഒക്കെ നമ്മൾ ബ്രേക്ക് കൊടുക്കണം. അതിനിടയിൽ നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങി നടക്കാം, ഇല്ലെങ്കിൽ കുറച്ച് പാട്ട് കേൾക്കാം, നമ്മുടെ മൈൻഡിനൊക്കെ ഒന്ന് കൂളാക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതല്ലാതെ ഇരുന്ന ഇരിപ്പിന് തന്നെ അതിന്റെ ഔട്ട്ലൈൻ മുഴുവൻ തൊട്ട് ഷെയ്ഡിങ് വരെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ എഴുന്നേക്കൂ എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ശരിയാകണമെന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നും സ്റ്റുഡൻസിനോട് പറയാറുള്ളത് ബ്രേക്ക് കൊടുത്തിട്ട് വരയ്ക്കണമെന്നാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിന്റെ ബേസിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ബ്രേക്ക് കൊടുത്തിട്ട് തന്നെ വരയ്ക്കണം. വെൻ യു കം ബാക്ക് യു വിൽ സീ മിസ്റ്റേക്സ് മോർ ക്ലിയർലി ആൻഡ് ഫീൽ റിഫ്രഷ്ഡ്. ഇല്ലേ? ബ്രേക്ക് കൊടുത്തു, അത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ആർട്ട് വർക്കിനെ നമ്മൾ സമീപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട്, കുറച്ച് കറക്റ്റ് ചെയ്യണം. കണ്ണിന്റെ അല്ലെങ്കിൽ റെഫറൻസ് പിക്കുമായിട്ട് നോക്കുമ്പോൾ കണ്ണിന്റെ ഞാൻ വരച്ച കണ്ണ് കുറച്ച് ചെരിഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ സൈസ് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മുടിയുടെ ഔട്ട്ലൈൻ ഇങ്ങനെയല്ല, തുടങ്ങി നല്ല നല്ല ഐഡിയാസ് നമ്മുടെ മൈൻഡിലേക്ക് വരും. നമ്മുടെ ഡ്രോയിങ്ങിനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും ബ്രേക്ക് കൊടുത്തിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ. അതല്ലാതെ ഇരുന്ന ഇരിപ്പിന് വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊന്നും മനസ്സിലാകില്ല. ക്ലിയർ? ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? ബ്രേക്ക് കൊടുത്തിട്ട് തന്നെ നമ്മൾ ചിത്രം വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി 6ാമതായിട്ട് എനിക്ക് പറയാനുള്ള ഡോണ്ട് ഇഗ്നർ പ്രപ്പോർഷൻസ്. ഡോണ്ട് ഇഗ്നർ പ്രപ്പോർഷൻസ്. നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് തിരക്ക് പിടിച്ച് നമ്മളത് കംപ്ലീറ്റ് ചെയ്യരുത്. ഞാൻ ഈ ഒരു പോയിന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓൾവേസ് ചെക്ക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷേപ്പ് ആൻഡ് സൈസ്.
നമ്മൾ വരച്ച ചിത്രത്തിന്റെ സൈസും ഷേപ്പും ഒക്കെ തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ അളവുകൾ തമ്മിൽ, നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. അതല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ ഇരിപ്പിൽ തന്നെ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പരിപാടി തീർക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. പ്രപ്പോർഷൻസ് ഈസ് വാട്ട് മേക്സ് യുവർ ഡ്രോയിങ് ലുക്ക് റിയലിസ്റ്റിക്. നമ്മുടെ ഡ്രോയിങ്ങിനെ റിയലിസ്റ്റിക് ആക്കുന്നതിൽ ഷെയ്ഡിങ് തരുന്ന അതേ പ്രാധാന്യം തന്നെ പ്രപ്പോർഷനും തരുന്നുണ്ട്. അളവുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാല്, അല്ലെ, സ്റ്റിയറിംഗ് വീലൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാല്, അല്ലെ, കുതിരവട്ടം പപ്പ് പറയുന്ന പോലെ, അതുപോലെ തന്നെയാണ് നമ്മുടെ ഡ്രോയിങ്ങിന്റെ പ്രപ്പോർഷൻ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാല് ക്യാരക്ടർ ആകെ മാറിപ്പോവും. ഞാൻ ലാലേട്ടനാണ് വരച്ചതെങ്കിൽ പ്രപ്പോർഷൻസ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ അത് പ്രഭുദേവായിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രപ്പോർഷൻസ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യണം. കറക്റ്റ് മെഷർമെന്റ് കൊടുത്തിട്ട് തന്നെ നമ്മൾ വരയ്ക്കണം. അതിൽ നമുക്ക് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യാം. ഇതൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഡ്രോയിങ്ങിന് സമയം കൊടുക്കണം. അതേപോലെ തന്നെ ഒരുപാട് സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരിക്കലും ധൃതി പിടിക്കരുത്. കുറച്ചു നേരം വരെ നമ്മുടെ റെഫറൻസ് പിക്കിന് നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഇതൊക്കെ ആദ്യ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വിട്ടുപോകാതെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റിൽ എനിക്ക് പറയാനായിട്ടുള്ളത്, ഡോണ്ട് ഇഗ്നോർ ലൈറ്റ് ആൻഡ് ഷാഡോ. ക്ലിയർ? ഡോണ്ട് ഇഗ്നോർ ലൈറ്റ് ആൻഡ് ഷാഡോ. ഷെയ്ഡിങ് ഗീവ്സ് ലൈഫ് ആൻഡ് ഡെപ്ത് ടു യുവർ ആർട്ട് വർക്ക്. നമ്മുടെ ആർട്ട് വർക്കിന് ജീവൻ കൊടുക്കുന്നതും ഡെപ്ത് കൊടുക്കുന്നതും ഷെയ്ഡിങ് ആണ്. അതുകൊണ്ട് ഷെയ്ഡിങ് പ്രോസസ്സ് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, ഒഴിവാക്കരുത്. എങ്ങനെയാ ഷെയ്ഡ് ചെയ്യണ്ടേ? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പല ക്ലാസ്സിലും. നമ്മുടെ ഒബ്ജക്റ്റിനെ എവിടെ നിന്നാണ് ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് വരുന്നത്, ആ ഒരു ലൈറ്റ് സോഴ്സ് ഫിക്സ് ചെയ്ത് അതിന്റെ ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം ലൈറ്റ് ടോൺ, മിഡ് ടോൺ, ഡാർക്ക് ടോൺ അതൊക്കെ നോക്കി അതിന്റെ ഷെയ്ഡിങ്ങും അതേപോലെ തന്നെ ഷാഡോസ് ഒക്കെ നോക്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. നല്ലപോലെ ഷെയ്ഡ് നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ ഡ്രോയിങ്ങിനെ ഡ്രോയിങ് ആക്കാനായിട്ട് കഴിയൂ. അതിന് നല്ലൊരു ഡെപ്തും ഡയമെൻഷനും റിയലിസവും കൊണ്ടുവരാൻ നമ്മെ കൊണ്ട് കഴിയൂ. അതുകൊണ്ട് ഈ ഒരു പോയിന്റ് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ഡോണ്ട് ഇഗ്നോർ ലൈറ്റ് ആൻഡ് ഷാഡോ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് മനസ്സിലാക്കുക. നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഇതൊന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ ഡ്രോയിങ്ങിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ ആണോ? ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഡ്രോയിങ്ങിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. അൺനോയിങ്ങിലി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. സോ ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഞാൻ ലൈഫിൽ ചെയ്ത് നോക്കിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. എൻ്റെ മെന്റർ എന്ന് പറയുന്ന പോലെ തന്നെ ലേൺ, ഡു, ടീച്ച്, ആ ഒരു തത്വം ഞാൻ അതേപടി ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സോ ആക്ഷൻസ് എടുക്കുക, മുമ്പോട്ട് പോവുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. ബൈ.